പ്രൊഫഷണൽ കള്ളന്മാർക്ക് പോലീസുകാരെ പേടിയില്ലെന്നാണ് വയ്പ്. എന്നാലും തോക്കു ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരെ ഭയപ്പെടാത്തവരുണ്ടോ? ദാ മോഷണ വസ്തുക്കളായി ഓടി വരുന്നൊരു കള്ളനെ നോക്കൂ. അനങ്ങി പോകരുത്. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഒരു കള്ളനും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. മോഷ്ടിച്ച വസ്തുക്കളെല്ലാം താഴെയിടാൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് കുറ്റവാളി എന്ന റേഡിയോ നാടകത്തിന്റെ 38ാം ഭാഗം. സ്വന്തം നാടിനെ കുറിച്ച് പൊക്കി പറയുന്നത് സർവ്വസാധാരണമാണ്. ഇവിടെ ഇതാ 3 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ചർച്ചയാണ്. ആദ്യം ഇതാ നിങ്ങളുടെ മുമ്പിൽ ക്ഷണിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള മിസ്റ്റർ ചാൾസ് ബ്രിക്കോൺസൺ. ഇനി ഇതാ ചൈനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്റ്റർ ചൂം ചാം ചുമാം ചി. ഇനി ഇതാ നമ്മുടെ ഭാരതത്തെ പ്രതികരിച്ചുകൊണ്ട് കേരളീയനായ മിസ്റ്റർ വേലപ്പൻ. പാമ്പളിക്കാരനല്ല, ചൈനക്കാരനാ. ചൈനയിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ചർച്ച പഴയ പോലെ അലമ്പുണ്ടാക്കാനാണ് ഞാൻ ഉണ്ടാവില്ലട്ടാ. അപ്പൊ നമുക്ക് ചർച്ച ആരംഭിക്കാം. ഞാൻ തുടങ്ങിക്കോ, താനാളുടെ എല്ലാം പൊക്കി പറഞ്ഞാളാ. അപ്പൊ താൻ തന്നെ അങ്ങോട്ട് പൊക്കിക്കോ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അമേരിക്കയിൽ ഈ അടുത്തൊക്കെ വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ഇങ്ങനെ മണ്ണ് കുഴിച്ച് താഴേക്ക് ചെന്നപ്പോ മണ്ണിനടിയിൽ നിന്ന് 150 വർഷം പഴക്കമുള്ള ഒരു ചെമ്പ് കമ്പി കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 150 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ ടെലിഫോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതൊരു സംഭവമല്ല. ഞങ്ങളുടെ ചൈനയിൽ ചങ്ങാചുങ്ങി കഞ്ഞി എന്ന് പറഞ്ഞ ഒരാൾ ഈ മണ്ണിലൂടെ ഇങ്ങനെ കുഴിച്ച് ചെന്നപ്പോഴുണ്ടല്ലോ 200 വർഷം പഴക്കമുള്ള ഇത്ര നീളമുള്ള ടെലിഫോൺ പോസ്റ്റിനെ കഷ്ണം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 200 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചൈനയിൽ ടെലിഫോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇന്ത്യയിലും. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ കുഴിച്ചു കുഴിക്കട്ടാവേ എന്തായാലും കാണണ്ടേ. കുഴിച്ചു ചെന്നപ്പ ഒന്നും കണ്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 250 വർഷങ്ങൾക്ക് മുൻപ് കമ്പിയും പോസ്റ്റും ഒന്നും ഇല്ലാതിരുന്ന മൊബൈൽ ഫോണാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം. മറുപടി ഇതൊന്നും കണ്ടുപിടുത്തമില്ല. ടെലിഫോൺ കൊണ്ടുള്ള ഉപയോഗം ഞങ്ങളുടെ രാജ്യക്കാരാണ് ആദ്യമായി കണ്ടുപിടിച്ചത്. അതായത് ഈ ടെലിഫോൺ കൊണ്ടുള്ള ഉപയോഗം ഒരാൾക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ഈ ഫോൺ നമ്പർ ഇങ്ങനെ കൈവെള്ളയിൽ ഇട്ടുകൊണ്ട് അതുപോലെ തന്നെയാണ് അമേരിക്കയിലും. ഒരാളെ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ മുകളിലേക്ക് നോക്കി നമ്പർ പറഞ്ഞാൽ മതി, അപ്പൊ കോള് പോവല്ലേ. നിങ്ങളുടെ കയ്യിൽ നമ്പർ എഴുതിയിട്ട് ഊതി വിട്ട് കഴിഞ്ഞാൽ കോള് പോകും. നിങ്ങൾ നേരെ മുകളിലേക്ക് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോള്. ഇതൊക്കെ ഭയങ്കര ഡെവലപ്മെന്റ് ആന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം. ഇന്ത്യയിലുണ്ടായ ഡെവലപ്മെന്റ് നിങ്ങൾ വായിച്ചില്ല കണ്ടൂലല്ല. ഒരൊറ്റ മിനിറ്റ് ഇതേ നോക്കിക്കോ. ഇവിടെ താന്നറ കടലാസൊക്കെ ചവച്ചു കുറിച്ചിരുന്നത്. ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു ഫാക്സ് അയച്ചതാ. ഇതൊക്കെ എന്ത് ഡെവലപ്മെന്റ്? അമേരിക്ക ഡെവലപ്മെന്റ് നിങ്ങൾ കാണണം. ഞങ്ങളുടെ നാട്ടിൽ കപ്പൽ കണ്ടുപിടിച്ചത് ഞങ്ങൾ അമേരിക്കക്കാർ. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പലതിലും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ കപ്പലല്ല, ഷിപ്പ്. കോടികൾ മുടക്കി മാസങ്ങളെടുത്ത് കപ്പൽ കണ്ടുപിടിച്ചതും ചരക്ക് കപ്പൽ ഉണ്ടാക്കുന്നതും ഞങ്ങൾ അമേരിക്കക്കാർ മാത്രമാണ്. ഈ ചരക്ക് കപ്പൽ എന്ന് പറഞ്ഞൊരു കപ്പലല്ല. അതൊക്കെ
ഈ ഭൂമിക്ക് അടിയിൽ കൂടെ പോയി യുദ്ധം ചെയ്യും ഞങ്ങൾ. കോടിക്കണക്കിന് പൈസ മുടക്കി ഞങ്ങൾ അന്തർവാഹിനി മുങ്ങിക്കപ്പൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞ നിങ്ങൾ ചൈന അമേരിക്കയൊക്കെ മണ്ടന്മാരാണെന്ന്. നിങ്ങളെ പോലെ മണ്ടന്മാരല്ല ഞങ്ങൾ ഇന്ത്യക്കാരി. ഞങ്ങൾ ഇതുപോലെ കോടികൾ എടുത്ത് ദിവസങ്ങൾ എടുത്തൊന്നും കപ്പൽ ഉണ്ടാക്കാറില്ല. അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. ഒരു കപ്പൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കൂല. ഞങ്ങൾ അതിന്റെ മോൾ ഭാഗം മാത്രം ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് ഇത് ഓ ഹോയ് എന്ന് പറഞ്ഞ് ചുമന്ന് നേരെ കടലിൽ കൊണ്ടിടും. പൊങ്ങി കിടക്കുവാണെങ്കിൽ ചരക്ക് കപ്പല്. അപ്പൊ മുങ്ങിക്കിടന്നാലോ? മുങ്ങിക്കപ്പല്. എന്തോരം മുങ്ങിക്കപ്പൽ ഉണ്ടെന്ന് അറിയാമോ? ഓരോ മറുപടികള്. പക്ഷേ സ്പോർട്സ് അമേരിക്ക അല്ല, സ്പോർട്സിൽ ഇന്ത്യയാണ് മുമ്പിൽ. സമ്മതിക്കില്ല. നീന്തൽ മത്സരത്തിൽ അമേരിക്ക വെട്ടാൻ ആരുമില്ല. ഞങ്ങളുടെ നാട്ടിൽ അടുത്തിടക്ക് ഒരാൾ നീന്താൻ ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നീന്തി തിരിച്ചു വന്നത്. അതൊക്കെ ഞങ്ങളുടെ ചങ്ങാഞ്ഞി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചാട്ടാണ് വെള്ളത്തിലേക്ക്. 6 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം എത്തിയത്. അത്രയൊക്കെ ഉള്ളു. 2 ദിവസം 6 ദിവസമുള്ള നീന്തലാരൊക്കെയല്ലേ നിങ്ങളുടെ നാട്ടിലുള്ളു. അതൊക്കെ നമ്മുടെ വരാപ്പുഴയിലുള്ള പാപ്പിച്ചേട്ടൻ. പുള്ളി ഇന്നാള് പുന്നമടക്കായൽ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് പുന്നമടക്കായലിലേക്ക് എടുത്ത ഒരൊറ്റ ചാട്ടമായിരുന്നു. 2 കൊല്ലമായി ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഏത് രാജ്യത്ത് മത്സരിക്കാൻ പോയാലും കപ്പ് ഞങ്ങൾ അമേരിക്കക്കാർ കൊണ്ടുവരും. അത് ഞങ്ങളും അങ്ങനെ തന്നെ. എടാ, നിങ്ങൾ മാത്രമല്ല കപ്പ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ നിങ്ങളെ പോലെ പല പല രാജ്യങ്ങളിൽ മത്സരിക്കാൻ പോവാറുണ്ട്. പക്ഷെ കപ്പൊന്നും ഞങ്ങൾ കൊണ്ടുവരാറില്ല. അതെന്താ? മഹാത്മാഗാന്ധി പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കും. മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന്. അല്ലാതെ കിട്ടാത്തോണ്ടൊന്നും അല്ല. ഞങ്ങളുടെ ചൈനയാണ് ഇന്ന് മുൻപന്തി. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഞങ്ങളുടെ ചമ്മാഞ്ഞി ചാടി റെക്കോർഡിട്ടു. അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഫ്രെഡറിക് നിക്കോൾസൺ താഴേക്ക് ചാടി 6 റെക്കോർഡ് ഇട്ടു. ഒരു റെക്കോർഡല്ല. നമ്മുടെ വാർക്കപ്പണിക്കാരൻ നാരായൺ ചേട്ടൻ പുള്ളി ഇന്നാൾ പണിതെടുത്തോണ്ടിരുന്ന 7 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിർത്തി ഒറ്റ ചാട്ടമായിരുന്നു. എന്നിട്ട് റെക്കോർഡ് ഇട്ടോ? ഇല്ല, പ്ലാസ്റ്റർ ഇട്ട്. പിന്നെ സംസ്കാരം ഞങ്ങളുടെ ചൈനയുടെ സംസ്കാരത്തിൽ ഇന്ന് 1-ാം നമ്പർ. സംസ്കാരത്തിന്റെ ഇന്ത്യയാണ് മുമ്പിൽ. ഇതാണോ സംസ്കാരം? ആണെന്ന്. അന്നടുത്ത് ആര് കാര്യം ചോദിക്കണം? ഇത് എന്തുകൊണ്ടാണ് വന്നേക്കണം? ഇങ്ങനെയാണോ ഒരു ചർച്ചയ്ക്ക് വരുന്നത്? ഈ വസ്ത്രത്തിന് എന്താ കുഴപ്പം? ഇത് ഇങ്ങനെയാണോ മാന്യമായ വസ്ത്രം? ഇത് ഞങ്ങളുടെ നാട്ടിൽ അന്തസ്സുള്ള വസ്ത്രമാണ് ബർമുഡ. ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സംസ്കാരം. അതെ, അതിന്റെ ഒരു നീയൊക്കെ ഇടുമ്പോ ബർമുഡ, നമ്മളെ പോലുള്ളവർ ഇടുമ്പോ അൺട്രോർ. പക്ഷേ മിസൈൽ വിടാൻ ഞങ്ങൾ അമേരിക്കക്കാർ ഞങ്ങളൊരു ശത്രു രാജ്യത്തെ ലക്ഷ്യമാക്കി മിസൈൽ വിട്ടാൽ അത് കറക്റ്റ് സ്പോട്ടിൽ വീണ് പൊട്ടി തകർന്നിരിക്കും. ഞങ്ങൾ ചൈനയും അതുപോലെ തന്നെയാണ്. ശത്രു രാജ്യത്തെ ലക്ഷ്യമാക്കി മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വീണ് അവിടെ പൊട്ടി നശിപ്പിച്ച് അവിടെ ചാമ്പലാക്കി. നിങ്ങളൊക്കെ മണ്ടന്മാരാണ് മിസൈൽ വിടുന്ന കാര്യത്തിൽ. ഞങ്ങൾ മിസൈൽ നേരെ ഒന്നും വിടില്ല. ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ലാത്ത. നമ്മളിപ്പോ മിസൈൽ വിടണമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം പാകിസ്ഥാനിലേക്കാണ് നമ്മളൊരു മിസൈൽ വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ പാകിസ്ഥാൻ കെയർ ഓഫ് മുഷറഫ് എന്നൊരു പേപ്പർ എഴുതി അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചിട്ട് ഒരൊറ്റ വിടലാണ്. അത് കറക്റ്റ് സ്പോട്ടിൽ വീണെന്ന് പൊട്ടുവോ? അവിടെ ഒന്നും പോകില്ല. ഈ സാധനം ചെന്ന് വീണത് വല്ല ചൈനയിലോ ബർമയിലോ ഭൂട്ടാനിലൊക്കെ ആയിരിക്കും. അപ്പൊ അവന്മാർ എടുത്ത് നോക്കുമ്പോ അഡ്രസ് പാകിസ്ഥാൻ കെയർ ഓഫ് മുഷറഫ്. അവന്മാർ നീളത്തി വിടും, നേരെ പാകിസ്ഥാനിൽ പോകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ലോകത്ത് 1-ാം സ്ഥാനത്ത് അമേരിക്ക തന്നെയാണ്. ഞാൻ സമ്മതിക്കൂല. അതെ, ഞാൻ പണിക്കൊണ്ട് മൊട്ടയുടെ കുട്ടിയാ മര്യാദക്കുന്നില്ലെങ്കിൽ. എടാ, ദൈവം ഭാര്യക്കോരി തന്നേക്കണ നാടാണ് ഞങ്ങളുടെ കേരളം. നിങ്ങളാണ് 1-ാം നമ്പർ. കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ചൈനയാണ് ഇന്ന് മുൻപന്തി. കാണാണ്ട് പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യയാണ് മുൻപന്തി. അമേരിക്ക ഒരു ബഹളം ഉണ്ടാക്കി ഈ ചർച്ച പൊളിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ദൈവമാണല്ലോ നിങ്ങൾ കുറെ കോരിച്ചൊരിഞ്ഞ് തന്നേക്കണത്. നിങ്ങൾക്കും ദൈവം എന്താണ്ടൊക്കെ കോരിച്ചൊരിഞ്ഞ് തന്നിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഞങ്ങളുടെ നാട്. ദൈവത്തിനെ ഓൺ ദ സ്പോട്ടിൽ വിളിച്ചു വരുത്തി നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. റെഡിയാണല്ലോ? വിളിച്ചോ. ദൈവമേ, ഭക്തന്മാരെ, എന്തിനാണ് നമ്മെ വിളിപ്പിച്ചത്? ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി ചോദിക്കാൻ വേണ്ടിയാണ്. ദൈവമേ, ഞാൻ അമേരിക്കക്കാരനാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞങ്ങളാണ് 1-ാം നമ്പറായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ലോകരാഷ്ട്രങ്ങളെ മൊത്തം അടക്കി ഭരിക്കാനായിട്ട് ഞങ്ങൾ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ദൈവമേ? ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏകദേശം ഒരു 400 കൊല്ലമെങ്കിലും ജീവിച്ചിരിക്കേണ്ടി വരും. അമേരിക്ക എന്തിനാ കരയണേ? അത് കാണാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കൂലല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാണ് പൊന്നെ. ഭഗവാനെ, ഞാൻ ചൈനക്കാരൻ. ഈ കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ചൈനയാണ് ഇന്ന് മുൻപന്തിൽ. എങ്കിലും എല്ലാ രാജ്യത്തെക്കാൾ ഒരുപിടി മുൻപിൽ നിൽക്കാൻ ഞങ്ങൾ എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വരും? കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും മുൻപന്തിയിൽ എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഏകദേശം ഒരു 500 കൊല്ലമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. എന്തിനാണ് ചൈന കരയണേ? ചൈന കരയണ എന്തിനാണെന്ന്? ഇതൊക്കെ കാണാൻ ഞാൻ ജീവനോട് ഉണ്ടാകില്ലല്ലോ എന്ന് ഓർത്തപ്പോ കരഞ്ഞു പോയതാണ്. ഒരൊറ്റ കാര്യം, നമ്മുടെ കൊച്ചു കേരളം പീഡനം, തൊഴിലില്ലായ്മ, പട്ടിണി, രാഷ്ട്രീയ കലാപം, ദാരിദ്ര്യം ഇതൊന്നുമില്ലാത്ത നല്ലൊരു കേരളം ഉണ്ടാകാൻ ഞങ്ങൾ എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വരും?
രാഷ്ട്രീയ കലാപം, സ്ത്രീപീഡനം, പിടിച്ചുപറി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതൊന്നുമില്ലാത്തൊരു നല്ല കേരളത്തിന് വേണ്ടി 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ദൈവം കരയുന്നു, ദൈവം കരയുന്നു. ദൈവം എന്തിനാ കരയണേന്ന്? ഇതൊക്കെ കാണാൻ ഞാൻ പോലും ജീവിച്ചിരിക്കില്ലല്ലോ ഓർത്ത് കരഞ്ഞതാടാ.